Find the wrong number in the given series. 8, 14, 26, 48, 98, 194, 386. ഇവിടെ ഇൻക്രീസിംഗ് ആണ് നടക്കുന്നത്. വലിയ തോതിലുള്ള ഇൻക്രീസിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആകാനാണ് സാധ്യത. നമുക്ക് ഈ സീരീസ് ഒന്ന് എഴുതി നോക്കാം. 8 + 6 = 14. 14 + 12 is equal to 26. 26 plus 22 is equal to 48. 48 plus 50 is equal to 98. 98 plus 96 is equal to 194. 194 plus 192 is equal to 386. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 6, 12. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ വരേണ്ടത് 24 ആണ്. 26 + 24 50. അങ്ങനെയെങ്കിൽ 50 + 48 98. ഇവിടെ വരേണ്ടത്, ഇവിടെ റോങ് നമ്പർ എന്ന് പറയുന്നത് 48 ആണ്. ആൻസർ ഓപ്ഷൻ ബി 48. When we add 10 to 2 times a number, we get 4 times that number. What number is it? ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 10 കൂട്ടിയാൽ 4 മടങ്ങ് കിട്ടും. സംഖ്യ ഏത്? സംഖ്യ എന്നത് x ആണെന്ന് വിചാരിക്കുക. സംഖ്യയുടെ 2 മടങ്ങിനോട് 2x, അതിനോട് 10 കൂട്ടിയാൽ പ്ലസ് 10 is equal to 4x. ഇവിടെ നമുക്ക് എക്സുകളെ തമ്മിൽ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 4x മൈനസ് 2x is equal to 10. 2x is equal to 10. അങ്ങനെയെങ്കിൽ x is equal to 10/2 is equal to 5. സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ 2 മടങ്ങ് 10, അതിനോട് 10 കൂട്ടിയാൽ 20. സംഖ്യയുടെ 4 മടങ്ങ് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി 5. ഫൈൻഡ് ദ ഓഡ് വൺ. ഈ ഒരു സംഖ്യകൾ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഖ്യകൾ ഓഡ് വൺ ഏതാണെന്ന് കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ആ ഡിജിറ്റുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. ഡിജിറ്റുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 + 5 + 1. അതായത് ഒന്നാമത്തെ ഡിജിറ്റ് പ്ലസ് രണ്ടാമത്തെ ഡിജിറ്റ് പ്ലസ് മൂന്നാമത്തെ ഡിജിറ്റ് ആണ് നാലാമത്തെ ഡിജിറ്റ് 8. 3 + 4 + 2. 3, 4, 7, 2, 9. ഇതാണ് നാലാമത്തെ ഡിജിറ്റ്. 5 + 1 + 1 7. ഇതാണ് നാലാമത്തെ ഡിജിറ്റ്. ആ രീതിയിൽ നോക്കുമ്പോൾ 4 + 5 + 2. അങ്ങനെയെങ്കിൽ ഇവിടെ വരേണ്ടത് 11. അപ്പൊ ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി. മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ റെസ്പോൺസ്. 2, 5, 10, 17, 37, 50, 65, 82. ഇങ്ങനെയുള്ള ഫിഗറുകൾ കാണുമ്പോൾ ആദ്യം ഈ സംഖ്യകൾ തമ്മിൽ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 + 3 5 5 + 5 10. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 50 + 15 65 65 + 17 82. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ 9 ആയിരിക്കും ഇൻക്രീസ് ചെയ്യേണ്ടത്. 17 + 9 26 26 + 11 37. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി 26.
ഇവിടെയും ഈ സംഖ്യകൾ തമ്മിൽ ഹൊറിസോണ്ടലായോ വെർട്ടിക്കലായോ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യത്തെ സംഖ്യകൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ 16 ഇൻറ്റു 14 മൈനസ് 14 ഈസ് ഈക്വൽ ടു 210. 14 ഇൻറ്റു 12 മൈനസ് 12 186. 12 ഇൻറ്റു 10 മൈനസ് 10 110. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 110. സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് ഫിഗർ സീരീസ്. ഇവിടെ നോക്കുക, ഇവിടെ ഒന്നാമത്തെ ഫിഗറിൽ ഡാർക്കൻ ചെയ്തിരിക്കുന്ന കോളം ഇതാണ്. അടുത്ത ഫിഗർ വന്നപ്പോൾ ഒരു കോളം മാറിയാണ് ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. ഈ കോളം ഡാർക്കൻ ചെയ്തിരിക്കുന്നു. അടുത്ത ഫിഗറിലേക്ക് വന്നപ്പോൾ 1 2 3 3 കോളം മാറിയാണ് ഇവിടെ ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. 3 കോളം കഴിഞ്ഞാണ് ഡാർക്കൻ. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 അഞ്ചാമത്തെ കോളത്തിലാണ് പിന്നെ ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഏഴാമത്തെ കോളത്തിലാണ് ഡാർക്കൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 ഈ കോളത്തിലാണ് ഡാർക്കൻ വരേണ്ടത്. അപ്പൊ അങ്ങനെയെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. A boy has a total of rupees 740 in the denominations of 2 rupee, 5 rupee, 10 rupee, 20 rupee. If each number of each denomination is equal, what is the total number of notes the boy has? ഇപ്പൊ ഇവിടെ നോട്ടുകളുടെ എണ്ണം x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആകെയുള്ള പൈസ എന്ന് പറയുന്നത് 2x പ്ലസ് 5x പ്ലസ് 10x പ്ലസ് 20x ഈസ് ഈക്വൽ ടു 740. അങ്ങനെയെങ്കിൽ 7 17 37 x ഈസ് ഈക്വൽ ടു 740. x is equal to 740 divided by 37 equal to 20. ആകെ നോട്ടുകൾ എന്ന് പറയുന്നത് 20. ഇവിടെ 4 ഡിനോമിനേഷനുകളാണ് ഉള്ളത്. 1 2 3 4 20 into 4 80 നോട്ടുകളാണ് ബോയുടെ കൈവശം ഉള്ളത്. ആൻസർ ഓപ്ഷൻ ഡി 80. ഫൈൻഡ് ദ ഓഡ് വൺ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള പ്ലേസ് വാല്യൂവും റിവേഴ്സ് ഓർഡറിലുള്ള പ്ലേസ് വാല്യൂവും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇവിടെ ഈ ചോദ്യത്തിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള പ്ലേസ് വാല്യൂവും റിവേഴ്സ് ഓർഡറിലുള്ള പ്ലേസ് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇയുടെ പ്ലേസ് വാല്യൂ 5, ബിയുടെ റിവേഴ്സ് ഓർഡറിലുള്ള പ്ലേസ് വാല്യൂ 5, എച്ചിന്റെ പ്ലേസ് വാല്യൂ 8, ടിയുടെ റിവേഴ്സ് ഓർഡറിലെ പ്ലേസ് വാല്യൂ 7, ജെയുടെ പ്ലേസ് വാല്യൂ 10, ക്യൂബിന്റെ റിവേഴ്സ് ഓർഡറിലെ പ്ലേസ് വാല്യൂ 10, എമ്മിന്റെ പ്ലേസ് വാല്യൂ 13, എന്നിന്റെ റിവേഴ്സ് ഓർഡറിലെ പ്ലേസ് വാല്യൂ 13. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് മാത്രമാണ് മാച്ച് അല്ലാതെ വരുന്നത്. അതായത് HT എന്നതാണ് ഇവിടെ ഓഡ് വൺ. ആൻസർ ഓപ്ഷൻ എ HT. ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. ഇവിടെ നോക്കുക, ഈ സംഖ്യകൾ ഇൻക്രീസിംഗ് ആണ് നടക്കുന്നത്. വലിയ തോതിലുള്ള ഇൻക്രീസിംഗ് ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകാനാണ് സാധ്യത. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. 1 × 2 + 1
3 ഇൻറ്റു 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 10. 10 ഇൻറ്റു 2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 21. 21 ഇൻറ്റു 3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 64. 64 ഇൻറ്റു 2 പ്ലസ് 1 is equal to 129. 129 into 3 plus 1 is equal to 388. 388 into 2 plus 1 is equal to 77. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത് 388. അതായത് 378 ഇവിടെ റോങ് നമ്പർ ആണ്. ആൻസർ ഓപ്ഷൻ സി 378. The missing number in the given series. ഇവിടെ നോക്കുക, ഇവിടെ ഡിക്രീസിംഗ് ആണ് നടക്കുന്നത്. വലിയ തോതിലുള്ള ഡിക്രീസിംഗ് ആണ്. ഡിവിഷൻ ആകാനാണ് സാധ്യത. ആദ്യം ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 145 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0.5 is equal to 73. 73 divided by 2 plus 0.5 is equal to 37. 37 divided by 2 plus 0.5 is equal to 19. 19 divided by 2 plus 0.5 is equal to 10. 10 divided by 2 plus 0.5 is equal to 5.5. 5.5 divided by 2 plus 0.5 is equal to 2.75 plus 0.5 is equal to 3.25. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ 10 ആണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന സംഖ്യ. ആൻസർ ഓപ്ഷൻ ഡി. ഒരു ട്രെയിൻ ഒരു വ്യക്തിയെ മറികടക്കണമെങ്കിൽ ട്രെയിനിന്റെ നീളത്തോളം വരുന്ന ദൂരം ഓടണം. ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം മറികടക്കണമെങ്കിൽ ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം ഓടണം. ഇവിടെ 160 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു വ്യക്തിയെ മറികടക്കണമെങ്കിൽ ട്രെയിനിന്റെ നീളത്തോളം വരുന്ന ദൂരം ഓടണം. അതായത് 160 മീറ്റർ ഓടാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 8 സെക്കൻഡ്. ഇതേ ട്രെയിൻ ഒരു 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മറികടക്കണമെങ്കിൽ ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം വരുന്ന ദൂരം ഓടണം. അതായത് 360 മീറ്റർ ദൂരം ഓടണം. 160 മീറ്റർ ദൂരം ഓടണമെങ്കിൽ 8 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ 360 മീറ്റർ ദൂരം ഓടണമെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 160 ഇൻറ്റു 8.
18 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ ബി 18 സെക്കൻഡ്. കോഡ് ലാംഗ്വേജ് ചങ്ക് 57, യൂണിയൻ 73, സാംസാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെയും പ്ലേസ് വാല്യൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇതിന്റെ കോഡ് ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് ഈ പ്ലേസ് വാല്യൂകളെ തമ്മിൽ ആഡ് ചെയ്ത ഒരു സംഖ്യ ആകാനാണ് സാധ്യത. ചങ്ക് എന്നുള്ളതിന്റെ പ്ലേസ് വാല്യൂ എഴുതി കഴിയുമ്പോൾ 3 + 8 + 21 + 14 + 11 57. അങ്ങനെയെങ്കിൽ യൂണിയൻ ഇതിന്റെ പ്ലേസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 21 + 14 + 9 + 15 + 14. ഇവിടെ 73 കിട്ടും. അങ്ങനെയെങ്കിൽ സാംസാം എന്നതിന്റെ കോഡ് ലാംഗ്വേജ് 26 + 1 + 13. അതായത് അതേ ആൽഫബറ്റുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വീണ്ടും എഴുതി നോക്കണ്ട. 27, 40, അതിന്റെ ഇരട്ടി 80. ആൻസർ ഓപ്ഷൻ സി 80. ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. അപ്പൊ ഇങ്ങനെ ട്രയാങ്കിളുകളെ കൗണ്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് ഇങ്ങനെ ഒരു ഫിഗർ തന്നാൽ അതിൽ 3 ട്രയാങ്കിളുകളാണുള്ളത്. 1, ഇതൊരു ട്രയാങ്കിൾ, 2, ഇതൊരു ട്രയാങ്കിൾ, പിന്നെ ഇതിനെ ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ ട്രയാങ്കിൾ. ഇങ്ങനെ 3 ട്രയാങ്കിൾ ആണ് ഇങ്ങനെ ഒരു ഫിഗറിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഫിഗറിൽ ഈ രീതിയിലുള്ള എത്ര ട്രയാങ്കിളുകൾ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5. ഈ രീതിയിൽ 5 ട്രയാങ്കിളുകളാണ് ഈ ഫിഗറിലുള്ളത്. അതായത് 3 ട്രയാങ്കിളുകൾ ഉൾപ്പെടുന്ന 5 സെറ്റ്. അപ്പൊ ഇവിടെ 15 ട്രയാങ്കിളുകളുണ്ട്. ഇനി 2 കോമൺ ആയി എത്ര ട്രയാങ്കിളുകൾ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കുക. 1, 2, 3, 4. ഈ രീതിയിൽ 1, 2, 3, 4 ട്രയാങ്കിളുകൾ ഉണ്ട്. കൂടാതെ ഹിഡൻ ആയി 2 ട്രയാങ്കിളുകൾ ഉണ്ട്. 1, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ മൊത്തം 21 ട്രയാങ്കിൾ ആണ് ഈ ഒരു ഫിഗറിലുള്ളത്. ആൻസർ ഓപ്ഷൻ സി 21. ഇവിടെ പ്ലേസ് വാല്യൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ വൈറ്റ് എന്നുള്ളതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. അപ്പൊ അതായത് വൈറ്റ് എന്നുള്ളത് ETIHW ഇങ്ങനെ ഒന്ന് റിവേഴ്സ് ഓർഡറിലേക്ക് എഴുതുക. ഇനി അതിന്റെ പ്ലേസ് വാല്യൂ എഴുതുക. 5, 20, 9, 8, 23. ഇനി അതിനോടുകൂടി 2 ആഡ് ചെയ്യുമ്പോൾ 2, 7, 2, 22 പ്ലസ് 2, 11 പ്ലസ് 2, 10 പ്ലസ് 2, 25. അപ്പൊ അങ്ങനെയെങ്കിൽ ഗ്രീൻ എന്നതിന് എഴുതുമ്പോൾ NEERG. ഇതിന്റെ പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ
14, 5, 5, 18, 7. ഇതിനോടുകൂടി 2 ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 2, 16 പ്ലസ് 2, 7 പ്ലസ് 2, 7 പ്ലസ് 2, 20 പ്ലസ് 2, 9. ഇവിടെ 16, 77, 209. ആൻസർ ഓപ്ഷൻ എ. ഇവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ആദ്യം അതിന്റെ ദിശ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഈ രീതിയിൽ ദിക്കുകൾ മാർക്ക് ചെയ്യുക. എ ചൈൽഡ് വാക്സ് 30 മീറ്റർ നോർത്ത്. ഇവിടെ നിന്നും നോർത്തിലേക്ക് 30 മീറ്റർ സഞ്ചരിച്ചു. ആൻഡ് ടേൺ 45 ഡിഗ്രി ക്ലോക്ക് വൈസ്. അപ്പൊ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് ഏത് ദിശയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്? ആ ദിശയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഈ ദിശയിലേക്കാണ് ക്ലോക്ക് വൈസ് എന്നാൽ മൂവ് ചെയ്യുന്നത്. 45 ഡിഗ്രി. അതായത് ഇവിടെ 90 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി ദൂരമാണ് സഞ്ചരിച്ചിട്ടുണ്ടാകുക. അവിടെ നിന്നും 45 ഡിഗ്രി ക്ലോക്ക് വൈസിൽ സഞ്ചരിച്ചു. ആൻഡ് ടേൺസ് 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക്. ഇവിടെ 45 ഡിഗ്രി, പിന്നെ അവിടെ നിന്നും 90 ഡിഗ്രി കൂടി സഞ്ചരിച്ചാലേ 135 ഡിഗ്രിയിൽ എത്തുകയുള്ളൂ. അവിടെ നിന്ന് 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇവിടെ എത്തി. അപ്പൊ ഇവിടെ നേരെ നടന്നു. ഇപ്പൊ ഇവിടെ വെസ്റ്റ് എന്ന ഒരു ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി, വെസ്റ്റ്. സെക്യൂരി സിസ്റ്റത്തിൽ 3, 7. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. 3 പ്ലസ് 4, 7. 4ന് 14. അതായത് 4 പ്ലസ് 10, 14. 5ന് 23. 5 പ്ലസ് 18, 23. 6 പ്ലസ്, അപ്പൊ ഇവിടെ നോക്കുക 4 പ്ലസ് 6 10, 10 പ്ലസ് 8 18, 18 പ്ലസ് 10 28 ആണ് ഇവിടെ വരേണ്ടത്. അങ്ങനെയെങ്കിൽ 28 പ്ലസ് 12 40 ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ട സംഖ്യ 34, 47. ആൻസർ ഓപ്ഷൻ ഡി, 34, 47. ഫൈൻഡ് ദ റോങ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യ സംഖ്യകളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് സംഖ്യകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ആദ്യത്തെ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ 13, 14. അവ എടുത്തു കഴിഞ്ഞാൽ അവയെ ഡിജിറ്റുകളെ തമ്മിൽ മാറ്റിയത്, അതായത് 14 ഡിജിറ്റുകളെ തമ്മിൽ മാറ്റുമ്പോൾ 41, 13നെ ഡിജിറ്റുകളെ തമ്മിൽ മാറ്റുമ്പോൾ 31. ഇതാണ് ആദ്യത്തെ പെയറിൽ വരുന്നത്. രണ്ടാമത്തെ പെയർ നോക്കിക്കഴിഞ്ഞാൽ 35, 36. ഇവയുടെ ഡിജിറ്റുകളെ തമ്മിൽ മാറ്റുമ്പോൾ 63, 53. ഇതാണ് രണ്ടാമത്തെ പെയർ. അടുത്ത നോക്കുക 57, 58. ഇവയുടെ ഡിജിറ്റുകളെ മാറ്റുമ്പോൾ 85, 75. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 72 ആണ്. ഇതാണ് ഇതിൽ റോങ് ടേം എന്ന് പറയുന്നത്. അടുത്തത് കൂടി നോക്കിക്കഴിഞ്ഞാൽ 79, 80. ഇവിടെ 08, 97. ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ റോങ് ടേം എന്ന് പറയുന്നത് 72 ആണ്. ആൻസർ ഓപ്ഷൻ ഡി, 72. How many times does the number 6 will repeat between 1 and 100? 1നും 100നും ഇടയിൽ എത്ര ആറുകളുണ്ട്? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 6, 16 ഈ രീതിയിൽ എഴുതുമ്പോൾ അവിടെ 96 വരെ എഴുതുക. കൂടാതെ 60, 61, 62 മുതൽ 69 വരെ എഴുതുമ്പോൾ ആകെ 19 സംഖ്യകളാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ
66. ഇതില് 2 ആറുകളുണ്ട്. അപ്പൊ അതും കൂടി കൂട്ടി വരുമ്പോൾ 19 പ്ലസ് 1 20 ആറുകളാണ് ഉള്ളത്. ആൻസർ ഓപ്ഷൻ ബി 20. റാണി റാങ്ക്സ് 18 ഇൻ എ ക്ലാസ് ഓഫ് 49 സ്റ്റുഡൻസ്. ആകെ 49 കുട്ടികളുള്ള ക്ലാസ്സിൽ മുന്നിൽ നിന്ന് റാണിയുടെ റാങ്ക് 18 ആണ്. അങ്ങനെയെങ്കിൽ റാണിക്ക് പിന്നിലായി 31 പേരാണുള്ളത്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ഹെയർ റാങ്ക് ഫ്രം ദ ലാസ്റ്റ് ഫിഗറിൽ നിന്ന് നോക്കുമ്പോൾ 31 പേർ റാണിക്ക് മുൻപിലുണ്ട്. റാണിയുടെ റാങ്ക് 32ാമതാണ്. ആൻസർ ഓപ്ഷൻ ഡി. ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ ഇൻറ്റു മൂന്നാമത്തെ സംഖ്യയാണ് രണ്ടാമത്തെ സംഖ്യ. 1 × 2 is equal to 2. 7 × 5 is equal to 35. 12 × 8 is equal to 96. Answer option B 8.